ബസ്സിൽ ഏത് സൈഡിലെ സീറ്റുകളിലാണ് കൂടുതൽ വെയിലടിക്കുക, ഏതൊക്കെ തിരിവും വളവും എത്തുമ്പോഴൊക്കെയാണ് വെയിൽ ഷിഫ്റ്റ് ചെയ്യുക, കാര്യങ്ങളിപ്പോൾ ഞാൻ എക്സ്പേർട്ടാണ് കേട്ടോ. അതനുസരിച്ചാണ് ഞാൻ ഇരിക്കും ചെയ്യുക. എൻ്റെ തലവേദനയും മൈഗ്രെയിനൊക്കെ ഒഴിവാക്കണമെങ്കിൽ ഞാനിപ്പോൾ അത് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ക്ലിനിക്കിൽ എത്തുന്ന വഴിക്ക് നമ്മൾ ഇതേപോലെ സ്മൂത്തിൻ്റെ ഒരു കുഞ്ഞി ബോട്ടിൽ വാങ്ങിച്ചായിരുന്നു. അത് കുടിച്ചപ്പോഴത്തേക്കും ഭയങ്കര ഒരു ആശ്വാസം തോന്നി എനിക്ക്. എന്തൊരു ചൂടാണല്ലേ, ഈ ചൂടത്തെ എങ്ങനെ സർവൈവ് ചെയ്യാന്നതിനെ പറ്റിയ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ യൂണിഫോം മാറി നമുക്ക് ഫസ്റ്റ് പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. ഇതേപോലെ എക്സ്റേ എടുക്കാനുണ്ടായിരുന്നു. നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ്സിൻ്റെ ക്വാളിറ്റിയും സ്റ്റാൻഡേർഡും ഉറപ്പ് വരുത്താൻ വേണ്ടി എക്സ്റേസ് നമ്മൾ ഒരുപാട് സഹായിക്കും. ലാപ്ടോപ്പിലാവുമ്പോൾ നമുക്ക് ആ പല്ലിൻ്റെ സ്ട്രക്ചറൊക്കെ പേഷ്യൻറ്റിനെ ശരിക്കും നേരിട്ട് കാണിച്ചു കൊടുത്ത് അവരെ ബോധവൽക്കരിക്കും ചെയ്യാം. റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ്സിനോടൊക്കെ ആദ്യം ഒരു ഡൗട്ടിൽ നിൽക്കുന്ന ആൾക്കാർക്ക് നമ്മൾ ഇതേപോലെ എക്സ്റേ ഒക്കെ കാണിച്ചു കൊടുത്ത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും അവർ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ട് അവർ ഓക്കെ ആവാറുണ്ട്. അപ്പോൾ അനൂപും വന്നു കഴിഞ്ഞതിന് ശേഷം നമുക്ക് രണ്ടുപേർക്കും ഇതേപോലെ ഉച്ചവരെ നമുക്ക് കേസുകൾ ഉണ്ടായിരുന്നു. പേഷ്യൻസ് മിക്കവാറും പുറത്തുനിന്ന് ഈ ചൂടത്തുനിന്ന് വന്നിട്ട് ഭയങ്കര ടയേർഡായിട്ടാണ് അവർ ഈ ചെയറിലിരിക്കുന്നത്. മിക്കവാറും അവർ ഉറങ്ങിപ്പോവും ചിലരൊക്കെ കേട്ടോ. ചില കേസിലൊക്കെ അവർ ഉറങ്ങുവാണെങ്കിൽ ഞാൻ റെസ്റ്റ് എടുത്തോട്ടെ എന്ന് വിചാരിക്കും. പക്ഷെ നമുക്ക് എല്ലാ കേസുകളിലും അങ്ങനെ ഉറങ്ങിയിരിക്കുമ്പോൾ നമുക്ക് ചെയ്യാനും പറ്റില്ല. പക്ഷെ ചില കേസുകളിൽ അത് ഓക്കെയാണ്. അപ്പോൾ അതേപോലെ നമുക്കപ്പോൾ ലഞ്ച് ടൈമായി. അമ്മ ഫുഡ് കൊടുത്തയച്ചിട്ടുണ്ട്. ഇത് അമ്മ ഉണ്ടാക്കിയ വെളുത്തുള്ളിയുടെ അച്ചാറാണ്. എല്ലാം വെജാണ് കേട്ടോ. ഒന്ന് സാമ്പാർ, മോരുകറി, പപ്പടം, വെണ്ടയ്ക്ക ഫ്രൈ. അനൂപിനും ഞാൻ ഫുഡ് കൊടുന്നായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഈവനിങ്ങത്തെ കേസും കഴിഞ്ഞ് വൈൻഡപ്പ് ചെയ്ത് തിരിച്ച് പൊന്നാനിയിലെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ പോണ വഴിക്ക് നമ്മൾ ഇതേപോലെ ഒരു ചായ കുടിക്കാൻ വേണ്ടി ഒരു പുതിയ സ്പോട്ടിൽ നിർത്തിയിട്ടുണ്ട്. ഇത് പുതിയതായിട്ട് തുടങ്ങിയതാണ്, ഇറാനി ചായ്, ഇതേപോലെ ഒരു ഷെറാൻ കഫേ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ എന്തൊരു പുതിയ കടക തുടങ്ങിയാലും നമുക്കത് പോയി ട്രൈ ചെയ്ത് നോക്കാനുള്ള എക്സൈറ്റ്മെൻറ്റ് എപ്പോഴും കൂടുതലായിരിക്കും അല്ലേ. അപ്പോൾ നല്ല തിരക്കാണ് അവിടെ. ഇതപ്പോൾ ഇതേപോലത്തെ ഒരു ബിസ്ക്കറ്റും അവർ ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. ചായയും ബിസ്ക്കറ്റും എല്ലാം ഓക്കെ ആണ്. അപ്പോൾ നമ്മൾ ഈ ചായ കുടിക്കുമ്പോൾ തന്നെ നമ്മളെ കാറിൽ വെയിറ്റ് ചെയ്തുകൊണ്ട് ഒരാൾ ഇരിക്കുന്നുണ്ട്. അവന് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിപ്പോയത് അത്ര സുഖിച്ചില്ലായിരുന്നു. അതെ, നമ്മളെ പാണ്ടൂസ് ഉണ്ട്. അപ്പോൾ അവനെ കൊണ്ടുവരേണ്ടപ്പോൾ നമ്മൾ ഈ ഒരു കുഞ്ഞിക്കാറാണ് എടുക്കാറ്. ഇതിലാണ് അവനെ കംഫർട്ടബിളായി കൊണ്ടുവരാൻ പറ്റുക. അപ്പോൾ ഇതേപോലെ അവിടെ ഇരിക്കാനുള്ള സ്ഥലം ഉള്ളതുകൊണ്ട് അവന് പുറകോട്ട് ഇരുന്നിരുന്ന ഫുൾ കാഴ്ച അവന് കാണാൻ പറ്റും. അവന് ഭയങ്കര ഇഷ്ടമാണ് ഈ പുറത്തെ രാത്രിത്തെ കാഴ്ചകൾ കണ്ടുകൊണ്ട് അതിനകത്ത് ഇരിക്കാൻ. ഒരു മണിക്കൂറോളം അതിനകത്ത് സൈലൻ്റായി ഇരുന്നോളൂ. അവനുണ്ടെന്ന് പോലും നമ്മളറിയില്ല. അപ്പോൾ നമ്മൾ പോണ വഴിക്ക് കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നമ്മൾ പോവാണ്. ലോകകാര്യങ്ങൾ തന്നെയാണ് മെയിൻലി. കാർന്ന് സംസാരിച്ച് തീരാത്ത പോയിന്റുകളൊക്കെ നമ്മൾ ഇതേപോലെ വന്നതിന് ശേഷം കുളിച്ച് ഫ്രഷ് ആയി കഴിഞ്ഞിട്ട് വീണ്ടും ആ പോയിന്റുകൾ ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ ഡിസ്കസ് ചെയ്യും. മെയിൻലി പൊളിറ്റിക്സ് ആൻഡ് ഫിലിംസ് തന്നെ. രണ്ടുപേരുടെയും വ്യൂസും അണ്ടർസ്റ്റാൻഡിങ്ങും നമ്മൾ കേൾക്കുമ്പോൾ ഏറ്റവും കൂടി ഈ ലോകകാര്യങ്ങളിൽ നമുക്ക് ക്ലാരിറ്റി കിട്ടും. അപ്പോൾ ഇത് കഴിഞ്ഞ് ഫുഡ് കഴിച്ച് നമ്മൾ ഉറങ്ങി. അപ്പോൾ ഓക്കെ, ബൈ.